അത് തന്നെ നമ്മൾ ഈ ബുൾജെറ്റിൻ്റെ അതുപോലെ ഇതേ വേറൊരു ബസ്സിൽ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന സ്മോക്കറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീണ്ടും അടൂരെ ബോഡി ബിൽഡിംഗ് വർക്ക്ഷോപ്പായിട്ടുള്ള പ്ലാമിറ്റത്ത് എത്തിയിരിക്കുകയാണ്. പ്ലാമിറ്റത്ത് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കടവൂരാൻ വിജയയുടെ കടവൂരാൻ സെക്കൻഡ് അപ്ഡേഷനൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര സുന്ദര കുട്ടപ്പനായിട്ട് കിടക്കുകയാണ് കേട്ടോ. അതെ ഇതാണ് ആ ഒരു വണ്ടി. അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ. വെൽക്കം ബാക്ക് ടു മല്ലു റാപ്റ്റർ. ഇറ്റ്സ് മീ രഞ്ജു ആൻഡ് സ്ട്രൈറ്റ് ടു ദ വീഡിയോ. Autonomy is an illusion. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനാണെങ്കിൽ നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അതായത് മല്ലു റാപ്റ്റർ ഫാമിലി 10K ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ താങ്ക്സ് പറഞ്ഞാൽ ഒതുക്കാൻ പറ്റത്തില്ല, എന്നാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിലും നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നതിലും. അതുപോലെ തന്നെ നമ്മൾ 10K അടിച്ചിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കടവൂരാൻ്റെ. അപ്പോൾ ദേ നമ്മുടെ കടവൂരാൻ തെക്കിൻ്റെ തേവർ എന്നറിയപ്പെടുന്ന കടവൂരാനാണ് ഈ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം ഹെവി ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് കിടുവായിട്ട് കിടപ്പുണ്ട് കേട്ടോ. സൈഡ് പോർഷനിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ലുക്കാണ് കാണാനായിട്ട്. എന്തായാലും ഞാൻ സൈഡിലോട്ട് വരുമ്പോൾ പറയാം. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വിജയയുടെ ആ ഒരു ഫോണ്ടും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കടവൂരാൻ്റെ ബാഡ്ജിങ് കാണാം. അപ്പോൾ ദേ അതാണ് ആ ഒരു എഡിഷൻ നെയിമും കാര്യങ്ങളുമൊക്കെ. അവിടുന്ന് താഴോട്ട് വരുമ്പം മെയിനായിട്ട് പ്ലാമിറ്റത്തിൻ്റെ ലോഗോ, പ്ലാമിറ്റത്തിൻ്റെ പുതിയ ലോഗോയാണ് കേട്ടോ ഈ കാണുന്നത്. ആ ഒരു ലോഗോയും കാര്യങ്ങളുമൊക്കെ ആ ഒരു സെൻറ്ററിൽ തന്നെ, ഗ്രില്ലിൻ്റെ സെൻറ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കി ഫോഗ് ലാംപ്സ് ആണെങ്കിലും ബമ്പർ ആണെങ്കിലും റെഡ് ലിപ്പ് ആണെങ്കിലും അത് കോമൺലി എല്ലാ ബസ്സിലും ഉള്ളതാണ്, അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ട് സെക്ഷനിൽ കാണുന്നത്. പിന്നെ ഈ ഒരു ഗ്രാഫിക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡിസൈൻസ് അജയ് ചേട്ടനാണ് കേട്ടോ. അജയ് ചേട്ടൻ ഡിസൈൻ ചെയ്തിട്ട് അലഞ്ചേരി ഗ്രാഫിക്സ് ആണ് ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഈ ഒരു ബസ്സിൻ്റെ എഡിഷൻ നെയിം നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഫ്രണ്ട് പോർഷനിലാണേലും ഈ സൈഡിലൊക്കെ കടവൂരാൻ എഴുതിയിട്ടുണ്ട്. അതൊക്കെ സൈഡ് പോർഷനിലോട്ട് വരുമ്പം പറയാം. അതുപോലെ തന്നെ നമ്മൾ സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു കുറേ കോട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ആ ഒരു കോട്ട്സ് ഉണ്ടോ, പരമശിവൻ്റെ ഭക്തൻ എന്ന് പറഞ്ഞിട്ട്. അത് ആ ഫ്രണ്ടിലെ എഡിഷൻ നെയിമിൽ നമുക്ക് പരമശിവൻ്റെ ആ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന കോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമശിവൻ്റെ ഭക്തനായതുകൊണ്ടാവാം മുൻകോപം അല്പം കൂടുതലാണ്, അതുപോലെ തന്നെ സ്നേഹമെന്ന് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ വാട്സാപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് സൈഡിലോട്ട് വരുന്ന സമയത്ത് ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഓവറോൾ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ സൈഡ് പോർഷനിൽ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ടോപ്പിലോട്ട് നോക്കുകയാണെങ്കിൽ അത് തെക്കിൻ്റെ തേവർ എന്നുള്ള ഒരു കോട്ട് മാത്രമേ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അത് അത്യാവശ്യം നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് റൈറ്റിങ്സ് ഒന്നും കൊടുത്ത് ഇതാക്കിയിട്ടില്ല, എന്തായാലും കൊള്ളാം. അതുപോലെ സൈഡിലോട്ട് വരുമ്പോൾ ഈ ഒരു ബസ്സിൻ്റെ എഡിഷൻ നെയിമാണ് നമ്മൾ ഈ കാണുന്നത് കടവൂരാൻ. അപ്പോൾ അതാണ് ആ കാണുന്നത്. അത് ശരിക്കും കാണണമെങ്കിൽ കുറച്ചുകൂടെ ബാക്കിലോട്ട് ഇറങ്ങിക്കണം കേട്ടോ. ഇതേ കണ്ടോ, ഇതാണ് ആ ഒരു എഡിഷൻ നെയിമും കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്രാഫിക്സ് തന്നെ ഉൾക്കൊള്ളിച്ച് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വീൽ കപ്പിൻ്റെ സൈഡിലോട്ടൊക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു വീൽ കപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പ്ലാമിറ്റത്തു നിന്ന് ഇറങ്ങിയ വണ്ടിയാണ്. കാര്യം നമ്മുടെ സെഡ് പ്രോയുടെ ആ ഒരു അലോയ് വീലും കാര്യങ്ങളൊക്കെ ഈ സെയിം പാറ്റേണിലാണ് വരുന്നത്. അപ്പോൾ അതാണ് ആ ഒരു വീൽ സെക്ഷനിലെ കാര്യം. അതുപോലെ തന്നെ സൈഡിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് എമർജൻസി എക്സിറ്റും കാര്യങ്ങളൊക്കെ അവിടെയാണ്. അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് കേട്ടോ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്.
ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബാക്ക് എന്ന് പറഞ്ഞാൽ. അതുപോലെ നമ്മുടെ ടിറ്റോ ചേട്ടൻ ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ? ഓടുക, വീഡിയോ കണ്ടപ്പോഴേ ഓടുക. ചേട്ടൻ ഇവിടെ എന്ത് വർക്കാണ് ചെയ്യുന്നത്? ഞാൻ ടിറ്റോയുടെ ആണോ? എന്തോ പേരെന്തോ? രാജേഷ് എന്നാ അല്ലേ? അപ്പോൾ ഇതെന്തിൻ്റെയാണ് വർക്ക്? ട്രാവലറിൻ്റെ ബെർത്ത് ആണല്ലേ? ആ, സ്പീക്കർ സെറ്റ് ആണോ? അപ്പോൾ അതുപോലെ ബാക്കിലോട്ട് വരുന്ന സമയത്ത് കടവൂരാൻ്റെ ആ ഒരു ബാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. അതുപോലെ തന്നെ അവരുടെ ആ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ ആ ഒരു ഗ്രാഫിക്സ് ബാക്കിൽ നിന്ന് ശരിക്കും നല്ല ലുക്കായിട്ടുണ്ട് വണ്ടിയല്ലേ? ബാക്കിൽ നിന്ന് നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ നിന്ന് ഈ ഒരു സൈഡിലോട്ട് വരികയാണെങ്കിൽ ഉള്ള ആ ഒരു സെയിം കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ആ ഒരു സെൻട്രൽ പോർഷൻ വരെ ക്വാർട്ടർ ഗ്ലാസ്സിൽ ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ സെയിം അലോയ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിജയുടെ ക്രൂ എല്ലാം ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇത് ഓണർമാരിൽ ഒരാളാണ്. ചേട്ടൻ്റെ പേര് നിതിൻ എന്നാണല്ലേ? അപ്പോൾ ചേട്ടൻ എന്താ വർക്ക് ചെയ്യാണോ? ചേട്ടൻ വർക്ക് ചെയ്യാണ്. അപ്പോൾ ബാക്കി ഓരോരുത്തരെയും ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഷിൻഡോ ചേട്ടൻ ഏത് ബസ്സിലാണ്? ഇത് തന്നെയാണോ? അപ്പോൾ കടവൂരാൻ്റെ ആളാണ്. അതുപോലെ തന്നെ റോണി ചേട്ടനോ? ഞാൻ ചുള്ളിപ്പറമ്പൻ്റെ ക്രൂ ആണ്. എൻ്റെ പേര് സോനു ചുള്ളിപ്പറമ്പൻ്റെ സ്റ്റാഫാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സാരഥി കടവൂരാൻ്റെ സാരഥി ചേട്ടൻ ഗിരീഷ് ചേട്ടൻ. അത് തന്നെ നമ്മൾ ഈ ബുൾജെറ്റിന്റെ വീഡിയോയിൽ കൂടെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, പ്രമുഖനാണല്ലേ? അപ്പോൾ ആ സമയം പെട്ടുപോയി. ആ വിശേഷം കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ വരുന്നത്? അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു കുറെ നാളില്ലായിരുന്നു അവിടെ? 34 ദിവസം കിടന്നല്ലേ? നല്ല കഷ്ടപ്പാടായിരുന്നു. നമുക്ക് പട്ടണയും പരിവട്ടമായി വന്നിട്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേന് പിന്നെ നമ്മുടെ അരിയും സ്ഥിരം പോകുന്നുണ്ടായിരുന്നോ? ഞങ്ങൾ ഇതുമായിട്ട് രണ്ടാമത്തെ ട്രിപ്പ് പോയതാ. രണ്ടാമത്തെ ട്രിപ്പാണ് രണ്ടാമത്തെ ട്രിപ്പ് പോയപ്പോൾ നമ്മുടെ വിജയുടെ ഒരു ബസ് മാത്രമേ പോയിട്ടുള്ളായിരുന്നു? അതോ ഇതൊരു വണ്ടേ ഉള്ളൂ, വേറെ ഒന്നും പോയിട്ടില്ല? ഇല്ല. ആസാം പെട്ടുപോകാനുള്ള ഭാഗ്യം കിട്ടിയത് ഗിരീഷല്ലേ? ഫസ്റ്റ് വിട്ട വണ്ടിയല്ലേ? അപ്പോൾ പിന്നെ നമ്മുടെ കടവൂരാൻ്റെ സെക്കൻഡ് അപ്ഡേറ്റിലെ വിശേഷവും കാര്യങ്ങളൊക്കെ ഇപ്പം കണ്ടില്ലേ? എല്ലാം കണ്ടില്ലേ? ഇപ്പം നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നിങ്ങളുടെ ഒരു ഭാഗത്തുനിന്ന് എന്തോ പറയാനുള്ളത്? ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അജയ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണോ? അതോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നോ? വിജയ അജയ് രണ്ടും ഒരു അഭിപ്രായത്തിലാണ് വന്നേക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ ഈ സൈഡിലും നമുക്ക് ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും കടവൂരാന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് പറഞ്ഞു കൊടുത്താണോ? അതോ അല്ല, അത് നമ്മള് നമ്മുടെ വേറെ വാനയുണ്ട്, സുനീഷ് എന്ന ആളുണ്ട്, പുള്ളിന്റെ ഒരു സജഷനാണ് ഇത്. എന്തായാലും കൊള്ളാം. അതൊരു വെറൈറ്റി കൺസെപ്റ്റ് ആയിരുന്നു. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും കടവൂരാനാണ് വരുന്നതെന്ന് മനസ്സിലാവും. സെയിം ഗ്രാഫിക്സിൽ ഇനി വേറൊരു വണ്ടി ഇറങ്ങിയാൽ കൂടി മനസ്സിലാവും. എന്തായാലും കൊള്ളാം. അതുപോലെ തന്നെ ഇവർ രണ്ടും ചുള്ളിപ്പറമ്പിൻ്റെ സ്റ്റാഫ്സ് ആണ് കേട്ടോ. അപ്പോൾ ചുള്ളിപ്പറമ്പിൻ്റെയും ബാക്കി വണ്ടിയുടെയും വിശേഷവും കാര്യങ്ങളും ഒക്കെ ഉടനെ നമ്മുടെ വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നെ മുതലാളിമാരിൽ ഒരാളായ മുതലാളിക്ക് എന്താണ് പറയാനുള്ളത്? എന്ത് പറയാൻ? പുതിയ അപ്ഡേറ്റ് കൊള്ളാം, കുഴപ്പമില്ല. ഇത് കഴിഞ്ഞ് ഇനി നമ്മുടെ ഏതെങ്കിലും വണ്ടി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ തുടങ്ങിയിട്ട് ഇതിന്റെ അതുപോലെ തന്നെ ഇതിലെ ഡെലിവറി വ്ളോഗ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. അതായത് എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ. ഇന്റീരിയർ ഇനി അപ്ഡേഷൻ വരുന്നുണ്ട്. ഇപ്പം കറന്റ്ലി വർമാസിന്റെ സെറ്റ് ആയിരിക്കും. വർമാസിൽ തന്നെ ഇനി അപ്ഡേഷൻ ചെയ്യാം. നെക്സ്റ്റ് അപ്ഡേഷൻ വർമാസിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു മാരക അപ്ഡേഷൻ എന്തെങ്കിലും യുണീക്ക് ഐറ്റങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അത് നമുക്ക് ഉടനെ കാണാം. Autonomy is an illusion. Autonomy is an illusion.
ഗിരീഷന്റെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് ലുക്ക്? സ്വന്തം വണ്ടി അല്ല സ്വന്തമായിട്ട് വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വണ്ടി തന്നെ കൊണ്ടു നടക്കുന്ന വണ്ടി. അപ്പോൾ ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ ഇനിയിപ്പം കോളേജൊക്കെ ഭരിക്കാൻ പോകുന്ന ടീമല്ലേ? നടന്നില്ല. അല്ല ബെസ്റ്റ് ഫീൽഡ് വന്നിട്ട് എത്ര നാളായി? ഞാൻ വന്നിട്ട് ഇപ്പോൾ 9 വർഷമായി. 9 വർഷമായിട്ട് വിജയുടെ കൂടെ ആണോ അതോ? അല്ലല്ല, ഞാൻ വേറെ വണ്ടിയായിരുന്നു. ആ അത് കഴിഞ്ഞ് പിന്നെ മാറി വന്നു വിജയ. ഇപ്പൊ വിജയ 3 കൊല്ലം. അപ്പോൾ ഈ ബെസ്റ്റ് ഫീൽഡ് വന്നിട്ട് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഇത് തന്നെയുള്ളൂ. എന്റെ വണ്ടി ഇതുവരെയുള്ളൂ. കാരണം എനിക്ക് പറ്റിയ പുത്തൻ വണ്ടി, പുത്തൻ വണ്ടി. ഇത് പുത്തൻ ചേസ് എടുത്ത് പണിത് ഇറക്കി കൊണ്ടുവരുന്ന ചേട്ടനാണോ? ഓ അപ്പൊ അതൊരു വെറൈറ്റി ഫീൽ തന്നെ ആയിരിക്കും അല്ലേ? ചേസ് ഇവിടുന്ന് കൊണ്ടുപോയതും അത് നമുക്ക് പുത്തൻ വണ്ടി കിട്ടിയപ്പോഴത്തേനുള്ള ഒരു നമുക്ക് ആ ഒരു എന്നാ പറയുന്നത്, നമുക്ക് കൊച്ചു പിള്ളേരാകുമ്പോൾ നമ്മൾ എന്നെ കാണാൻ അറിയത്തില്ല, വലിയ ഇതൊന്നും ഇല്ല, പ്രായമൊന്നുമില്ല. എന്നാലും നമുക്ക് പുത്തൻ വണ്ടി എടുത്തു തരാനുള്ള ഇത് മുതലാളി കാണിച്ചു. നമ്മള് നമുക്ക് കിട്ടിയ ഒരു വലിയ അംഗീകാരമാണ് ഈ വണ്ടി കിട്ടിയത്. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം അല്ലേ? ഇതെന്ന് വെച്ചാൽ ഈ വണ്ടി ഇറങ്ങുന്ന സമയത്തെന്ന് വെച്ചാൽ നമ്മൾ എന്നാ പറഞ്ഞേ, ഒരാഴ്ച പോലും നമുക്ക് ഉറക്കമില്ലായിരുന്നു. ഉറക്കമില്ലാതെ നമ്മളെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമുക്ക് രാത്രി നമ്മൾ വണ്ടി നാളെ പുതിയ വണ്ടി ഞാൻ ഓടിക്കാൻ പോവാ ആ ഒരു ഇതായിരുന്നു നമുക്ക്. അത് ശരിയാ, നമ്മളൊരു പുതിയ വണ്ടി എടുക്കുകയാണെങ്കിലും നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ അതാണ്. അതുപോലെ തന്നെ സൈഡിലോട്ട് വരുമ്പോൾ കടവൂരാൻ 2.0 എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ? 2.0 നമുക്കിവിടെ കാണാം. അപ്പോൾ എന്തായാലും സൈഡ് സെക്ഷനും ബാക്ക് സെക്ഷനും ഒക്കെ കുറച്ചുകൂടെ ലുക്കായിട്ടുണ്ടല്ലേ ഫ്രണ്ടിനെ അപേക്ഷിച്ച്? ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു 2.0 കണ്ടപ്പോഴാണ് കേട്ടോ വേറൊരു കാര്യം ഓർത്തെ. നമ്മൾ ഒരു സെക്കൻഡറി ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ പോയി ചെയ്യുന്ന വ്ളോഗ്സിൻ്റെ ഷോർട്സും കാര്യങ്ങളും അതുപോലെ ഇൻഫോർമേറ്റീവ് ഫാക്ട് കണ്ടൻറ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യത്തില്ലേ, ആ സെയിം കണ്ടൻറ്റ് വെച്ചിട്ട് മല്ലു റാപ്റ്റർ 2.0 എന്നാണ് ആ ഒരു ചാനലിൻ്റെ നെയിം. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എല്ലാവരും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അതുപോലെ ഇതേ വേറൊരു ബസ്സിൽ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന സ്മോക്കറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ആ ഒരു സ്മോക്കറും കാര്യങ്ങളൊക്കെ അടിച്ചു വെച്ചേക്കുന്ന ആ ഒരു ഇതാണ്. ആ ഒരു സ്മോക്കറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ ഇൻറ്റീരിയർ ഞാനൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇൻറ്റീരിയറിൽ അപ്ഡേഷൻ വരുന്നതേ ഉള്ളൂ, സെക്കൻഡ് അപ്ഡേഷനിൽ ഇൻറ്റീരിയർ വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിലവിലെ വർമാസിൻ്റെ സെറ്റല്ലേ ഇതിനകത്തിരിക്കുന്നത്? വർമാസിൻ്റെ സെറ്റാണ് ഇത്. വർമാസിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വർമാസിൽ തന്നെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കാനിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ഹെവി വർക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇവിടുന്ന് ഇപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ ഇനിയിപ്പോൾ പൂജ ഉണ്ടോ വണ്ടി? അപ്പോൾ പൂജ ഡെലിവറി എടുക്കുന്ന ആ ഒരു റണ്ണിങ് ഷോട്ടും വീഡിയോയും കാര്യങ്ങളും ഒക്കെയാണിത്. അപ്പോൾ അത് തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇനി ഒരു കിടിലൻ വീഡിയോ കാണുന്നവരേക്കും ബൈ.